ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഫിഷ് ഫ്രൈ ഞാനും ട്രൈ ചെയ്തിട്ടോ. സംഭവം അടിപൊളിയാണ്. ഈ മസാല തന്നെ മതി നമുക്ക് നല്ല ചൂട് ചോറ് അങ്ങോട്ട് കുഴച്ച് കഴിക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഇത് തന്നെ കൂട്ടിയിട്ട് നമുക്ക് ചോറ് അല്ലെങ്കിൽ ലഞ്ച് നമുക്കൊരു ദിവസത്തെ സെറ്റാക്കാനായിട്ട് പറ്റും. സോ ഗൈസ്, നമുക്ക് അതിൻ്റെ റെസിപ്പി നോക്കാം. സോ ആദ്യമേ തന്നെ മിക്സിയിൽ ജാർ എടുക്കുക. അതിലേക്ക് ഉണക്കമുളക്, കുരുമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഈ ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ക്രഷ് ചെയ്ത് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് ഇതെല്ലാം ഈ ഐറ്റംസ് എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മൂത്ത് വരണം. നല്ലൊരു സ്മെല്ല് വരും. ആ സ്മെല്ല് പോകുന്നതിന് മുമ്പ് നമ്മളെല്ലാം സെറ്റ് ചെയ്യണം. സോ കരിഞ്ഞു പോകാനും പാടില്ല. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കുറച്ച് അധികം ഇട്ട് കൊടുത്താൽ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. സോ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ചൊന്ന് ഇടയ്ക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ അത് കരിയാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും ഈ ഒരു ഫിഷ് ഫ്രൈയുടെ പ്രത്യേകത വെച്ചാൽ നമുക്ക് തീ കൂട്ടിടാൻ പാടില്ല. ഇത് നോർമൽ ഫ്ലെയിമിൽ കിടന്ന് തന്നെ അത് റെഡി ആയിട്ട് വരണം. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത ഐറ്റംസ് ഒക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസും ടേസ്റ്റിൽ വ്യത്യാസം വരാനുള്ള ചാൻസൊക്കെ ഉണ്ടാവും. സോ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചൊന്നും നമ്മൾ ഫിഷിൽ വേറെ മസാലയൊന്നും പുരട്ടിയിട്ടില്ല. സോ ആ ഫിഷ് ഫ്രൈയിൽ മുളക് വേണം. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് മുന്നോട്ട് നിൽക്കുന്ന രീതിക്കാണ് ഇട്ട് കൊടുക്കണം. കാരണം പുളിവെള്ളമാണ് നമ്മൾ ഇനി ഈ മുളക് പൊടി വാടി വരുമ്പോൾ ഒഴിക്കുന്നത്. അപ്പോൾ പുളിവെള്ളത്തിൽ നമ്മുടെ എരിവ് പോവരുത്. എപ്പോഴും എരിവും പുളിയും ഉപ്പും മുന്നിട്ട് നിൽക്കണം. സോ അതിനനുസരിച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ പുളിവെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ വരും. തിളച്ച് വരുമ്പോൾ മീനിട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കുമ്പോൾ ഞാൻ 2 ഫിഷിലാണ് ഇത് ചെയ്തേക്കുന്നത്. അങ്ങനെ ഫിഷ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് മസാല അതിന് മേലേക്ക് പുരട്ടി കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേണം ഇത് ലോ ഫ്ലെയിമിൽ ആവാൻ വേണ്ടിയിട്ട് കേട്ടോ, അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പാൻ അടിച്ച് വെച്ച് വേവിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ സോൾട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. സോൾട്ടൊക്കെ ഓക്കെ അല്ലേന്ന്. ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഫിഷിൻ്റെ മേലേക്ക് നല്ലപോലെ മസാല ഇറങ്ങുന്ന രീതിക്ക് മസാല അങ്ങോട്ടും ഇങ്ങോട്ടും ഫിഷ് തിരിച്ചിട്ടിട്ട് നല്ലപോലെ മസാല അതിന് മേലെ പുരട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ഫിഷ് ഫ്രൈ സെറ്റായി വന്നിട്ട് അതിലിങ്ങനെ വറ്റി വേണം അത് എടുക്കാനായിട്ട് കേട്ടോ. സോ ലോ ഫ്ലെയിമിലിട്ട് വേണം എപ്പോഴും ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. സോ ഈ റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ശരി കേട്ടോ.